ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഊട്ടി ട്രിപ്പിൻ്റെ ഡേ 2 ആണ്. ഞാൻ പറഞ്ഞല്ലോ ഊട്ടി നല്ല ഫ്രീസ് ആയിട്ടിരുന്ന സമയത്ത് നമ്മൾ പോയെന്ന്. പക്ഷേ മഞ്ഞ് മൂടി കിടക്കുന്ന കാണാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ 6:15 ആയപ്പോഴത്തേക്കും ബാൽക്കണിയിൽ വന്നതാണ്. പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല. ഇന്നലത്തെ ട്രാവലിൻ്റെ ക്ഷീണത്തിൽ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. പിന്നെ നല്ല തണുപ്പുണ്ടായപ്പോൾ ഞാൻ വെച്ച് നല്ല മഞ്ഞ് മൂടി കിടക്കുന്നതൊക്കെ കാണാമെന്ന് പറഞ്ഞ് ചേച്ചിയെ വിളിച്ചുകൊണ്ട് വന്നേ. പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല. ഇങ്ങനെയായിരുന്നു അവസ്ഥ. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ പോയി റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒരു 8:30 ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അടുത്ത് നമ്മൾ പോകുന്നത് തൊട്ടപ്പെട്ട പീക്കിലാണ്. നീൽഗിരി മൗണ്ടെയ്ൻസിലെ ഹയസ്റ്റ് മൗണ്ടെയിനാണ് ഈ ദുഡ്ഡുപെട്ട പീക്ക്. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു 9:30 10 o'clock ഒക്കെ ആയായിരുന്നു. അന്നേരം നല്ല വെയിലും ഉണ്ട്, നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. ഇത് നമുക്ക് അകത്തോട്ട് പോകാനുള്ള ഒരു എൻട്രിയാണ്. ഇവിടെ സൈഡിലും ഒക്കെ ഇതുപോലെ സ്ട്രീറ്റ് ഫുഡ്സും പിന്നെ നമുക്ക് ആവശ്യമുള്ള ക്യാപ്പ് അങ്ങനെയുള്ളതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. എൻട്രി ഫീസ് 10നും 30ക്കും ആ റേഞ്ച് അത്ര ആയോളായിരുന്നു. ആക്ച്വലി കറക്റ്റ് ഓർമ്മയില്ല എത്രയായെന്ന്. എന്നാലും ഭയങ്കര കൂടുതലൊന്നും ആയില്ല. ഊട്ടി വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉള്ളവർക്ക് മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് ഈ ഒരു ദുഡ്ഡുപെട്ട പീക്ക്. എന്ത് ഭംഗിയായിരുന്നു അവിടെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്. നല്ല മഞ്ഞ് മൂടി കിടക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഒട്ടും കാണാൻ പറ്റത്തില്ലായിരുന്നു. നമ്മൾ പോയ ടൈം കുറച്ച് വെയിലൊക്കെ ഉള്ള ടൈം ആയതുകൊണ്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റി. പിന്നെ നമ്മളത് ടെലസ്കോപ്പ് ടവറിൽ കയറി. അവിടെ കയറി നോക്കിയപ്പോഴത്തേക്കും കോട കൊണ്ട് മൂടി കിടക്കുന്ന മലകളും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഭയങ്കര മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ് കേട്ടോ. ഇതാണ് നമ്മൾ ആ ടവറിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ. കോട മൂടി കിടക്കുകയായിരുന്നു മലകളെല്ലാം. അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ ഉടനെ ഇറങ്ങി. കാരണം നല്ല റഷ് ഉണ്ടായിരുന്നു. ഉടനെ തന്നെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു വ്യൂ പോയിന്റിലേക്ക്, അതും 3 സൈഡിലായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു ഇതുപോലെ ഒരു വഴി. അപ്പം വ്യൂ പോയിന്റിലേക്ക് ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ടു. അവിടെയും വലിയ വ്യത്യാസമായിട്ടൊന്നും തോന്നിയില്ല. ഇതുപോലെ കോട കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മലകളും ഒക്കെ തന്നെയായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ്. ടവറിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ ആ വ്യൂ പോയിന്റിൽ താഴെ ആ വ്യൂ പോയിന്റിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് ഫോട്ടോസൊക്കെ എടുത്തത്. നല്ല വെയിലുണ്ടായിരുന്നു. എന്നാലും പിള്ളേരെയൊക്കെ പിടിച്ചിരുത്തി ഇതുപോലെ ഫോട്ടോയൊക്കെ എടുത്ത്. അക്ഷയനാണെങ്കിൽ താഴെ ഇറങ്ങിക്കോളാൻ വയ്യ, അങ്ങനെ ഒരു ബോൾ. അവനെ ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടത്തുമില്ല. അങ്ങനെ ചേട്ടൻ കയ്യിൽ അങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കയ്യിലും ഇരിക്കുന്നില്ല അവൻ. കുറച്ച് നേരമൊക്കെ അവിടെയും കുറച്ച് വ്യൂസൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്ന് നേരെ പോയത് സെക്കൻഡ് ഡേ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിലേക്കായിരുന്നു. അതൊരു ഹോം സ്റ്റേ കണക്കായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലുള്ള ഒരു കുഞ്ഞ് റിസോർട്ട്. നമ്മളവിടെ എത്തിയപ്പോൾ ഒരു 12:30 1 മണിയായിരുന്നു. അന്നേരം വീഡിയോ ഒന്നും എടുത്തില്ല. അവിടെ ചെന്ന് കൊച്ചിന് ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കഴിക്കാൻ കയറിയ സ്ഥലത്ത് ഫുഡ് പിന്നെ ലേറ്റായി. അപ്പോൾ ആക്ച്വലി അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത്രയ്ക്കും തിരക്കായിരുന്നു. ഇത് നമ്മൾ റിസോർട്ടിലേക്ക് പോണ വഴിയാണ്. നമ്മൾ റിസോർട്ടിലേക്ക് ചെന്ന് കയറുന്ന സമയത്ത് നിറച്ചും കുരങ്ങന്മാരായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല, ആ രീതിയിൽ കുരങ്ങന്മാരുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച് തീർന്ന് അവിടെ പിന്നെ വെളിയിൽ ഇറങ്ങാൻ പറ്റൂല, കാഴ്ചകളൊന്നും കാണാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ആകെ കൺഫ്യൂഷനായിട്ടിരിക്കുകയായിരുന്നു. അത്രയ്ക്കും കുരങ്ങന്മാരുണ്ടായിരുന്നു. ആ റിസോർട്ടിലേക്ക് പോകുന്ന റോഡ് ആണ് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയാണ് ആ റോഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ക്ലോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു സൈഡ് ഇതുപോലെ മല നിറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നു, തേയിലത്തോട്ടം നിറഞ്ഞ് നിൽക്കുന്നു. ഒരു സൈഡ് റോഡാണ്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ റോസ് ഗാർഡനിൽ പോയി. പക്ഷേ റോസ് ഗാർഡൻ്റെ ടൈം അതല്ലായിരുന്നു. ഞാൻ കോയമ്പത്തൂരൊക്കെ പോകുമ്പോഴത്തേക്കും സമ്മർ വെക്കേഷന് പോവുകയാണ്. ആ സമയത്തൊക്കെ റോസ് ഗാർഡനിൽ പോകുമ്പോൾ എല്ലാ ടൈപ്പ് റോസസും കാണാൻ പറ്റും. ഇത് പക്ഷേ അതിൻ്റെ ടൈമല്ല. അതുകൊണ്ട് ഒരു റോസും ഇല്ല. അവിടെ എവിടെയൊക്കെ റോസ് പിടിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ അവിടെ കാണാനൊന്നുമില്ല. പക്ഷെ പോയതിൻ്റെ പേരിൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിള്ളേർ കുറച്ച് നേരം കളിച്ച് നമ്മളും അവിടെ ഇരുന്നിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു.
പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് എത്ര ബോറടിയാണെങ്കിലും എത്ര ബോറിങ് പ്ലേസ് ആണെങ്കിലും പിള്ളേർ അവർ 4 പേരും ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് അതൊരു സ്വർഗം തന്നെയാണ്. അവർ ഹാപ്പി ആയിരുന്നു അതുകൊണ്ട്. അവരെവിടെ ചെന്നാലും അവരുടേതായ രീതിയിൽ ഓട്ടവും കളിയും ചിരിയും ബഹളവും ഒക്കെ തന്നെയായിരുന്നു. പിന്നെ അർഷിവും അവരുടെ കൂടെ ഓടി തുടങ്ങിയ ഒരു സമയമായിരുന്നത്. അതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി, അർഷിവാണെങ്കിൽ ഫുൾ ദിയയുടെ കയ്യിലായിരുന്നു. ദിയയാണെങ്കിൽ എടുത്തുകൊണ്ട് നടക്കുകയും ചെയ്യും. അവരെ കണ്ട ഉടനെ നമ്മൾ എഴുതിയെന്ന് വെച്ചാൽ ആരെയും കയ്യിൽ പോകത്തില്ല എന്നാണ് കരുതി. പക്ഷെ ദിയയുടെ കയ്യിൽ അവ ആദ്യമേ ചെന്ന് അവളെ കയ്യിൽ തന്നെ അങ്ങനെ ഇരിക്കുന്നേ അവനിഷ്ടം. അവളും അതുപോലെ തന്നെ, അവളും എടുത്തുകൊണ്ട് നടക്കും അവനെ. അവൾക്കൊരു ബുദ്ധിമുട്ടുമില്ല അവൻ എടുത്തുകൊണ്ട് നടക്കാം. പിന്നെ നമ്മളായിട്ട് പറയും, മോളെ പറ്റത്തില്ല, എടുത്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല, കൈ അഴിക്കും എന്നൊക്കെ പറഞ്ഞാലും അവൾക്ക് ഓക്കെയാണ് അവനെ കൊണ്ട് നടക്കാൻ. പിന്നെ അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഊട്ടി ട്രിപ്പ്. നമ്മളിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ ഒരു ടീ ഗാർഡൻ. ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമ്മളെ ഊട്ടി ട്രിപ്പ് മിസ്സായാൻ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എന്ത് ഭംഗിയാണെന്നോ ആ സ്ഥലം കാണാൻ. കൊച്ചുങ്ങൾക്ക് ഓടിക്കളിക്കാം, നമുക്കാണെങ്കിലും കുറേ റെസ്റ്റ് എടുക്കാൻ, ഇങ്ങനെ നടന്ന് കാണാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്റ്റ് വിസിറ്റ് പ്ലേസാണ് ഈ ഒരു ടീ ഗാർഡൻ. ഇവിടെ താഴെ തന്നെ ഈ ടീ ഗാർഡൻ്റെ ഇടയിൽ അവർ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഞാനും ചേച്ചിയും കൂടെ പോയി ആ ഒരു ഫോട്ടോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചേനു. പക്ഷേ ക്ലൈമറ്റ് നല്ല തണുത്തെന്ന് വെച്ചാൽ നമ്മൾ ചെന്നത് വൈകിട്ടായിരുന്നു. ഭയങ്കര തണുപ്പ് എന്ന് വെച്ചാൽ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തു, കോട ഇറങ്ങി തുടങ്ങിയ ടൈമായിരുന്നു. അപ്പോൾ ആ കിടന്ന ഡ്രസ്സുകളൊക്കെ കുഴഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇട്ട് ഫോട്ടോ എടുക്കണം എന്നുള്ള ആ ഒരു ടെംപ്റ്റ് തോന്നിയില്ല. നമ്മൾ ചെല്ലുന്ന സമയം ചെറിയൊരു വെയിലുണ്ടെങ്കിൽ പോലും നല്ല തണുപ്പായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തണുപ്പ് സഹിക്കാൻ വയ്യ, ഭയങ്കര തണുപ്പ്, വായിന്ന് പുകയൊക്കെ വരുന്ന കണക്കത്തെ തണുപ്പായിരുന്നു. ഊട്ടിയിലെ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്തത് അവിടെ ചെന്നപ്പോൾ. കുറേ നേരം 1-2 മണിക്കൂറോളം നമ്മൾ അവിടെ ചുമ്മാ ഇരുന്ന് പിള്ളേരെ കളിയും കണ്ട് അവിടെ നടന്ന് അങ്ങനെ അങ്ങ് ഇരുന്ന്. ഈ ഒരു സ്ഥലം കൊച്ചുങ്ങൾ ഡബിൾ ഹാപ്പി ആയിരുന്നു. കാരണം നിറച്ച് ഫോട്ടോഷൂട്ട് ചെയ്യാനും നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പിള്ളേർക്ക് എൻജോയ് ചെയ്യാനുള്ള പാർക്കും ഒക്കെ ഉണ്ടായിരുന്നു. മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇതങ്ങ് മുകളിൽ ആ മുകളിൽ ഭാഗം കാണുന്നില്ലേ, അവിടെ മേലെ നമുക്ക് നടന്ന് കറങ്ങി തേയിലത്തോട്ടം വഴി ഇങ്ങ് തിരിച്ച് കയറാൻ പറ്റും. അങ്ങനൊരു വഴിയായിരുന്നു. പിന്നെ കുറച്ച് നേരം പിള്ളേരോടെയൊക്കെ കളിച്ചിട്ട് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത്. അവർ എന്നുവെച്ചാൽ ലിസനും റോസിച്ചും പിള്ളേരും കൂടി ആദ്യമേ അങ്ങ് പോയി, പിറകെ നമ്മളും. അപ്പച്ചി മാമനും താഴെ തന്നെ നിന്ന് റെസ്റ്റ് എടുത്ത് അവരൊന്നും കയറി വന്നില്ല. പക്ഷെ അവിടെയും കാണാൻ നല്ല രസമായിരുന്നു. ആക്ച്വലി ഇവിടെ കോട ഇറങ്ങി തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഭംഗി കൂടുതൽ കാണാൻ തുടങ്ങിയത്. കാരണം ആ ഒരു മരങ്ങളെ ഇടയിൽ കൂടി ആ കോട ഇറങ്ങി എന്ത് ഭംഗിയായിരുന്നു. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടും. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഊട്ടി പോയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസാണ് ഈ ഒരു ടീ ഗാർഡൻ. പിള്ളേർ കളിച്ചിട്ട് ലിച്ചനും റോച്ചേച്ചിയും പിള്ളേരും കൂടെ അങ്ങ് മോളിൽ കയറിപ്പോയി. പിന്നെ പിറകെ നമ്മളും പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മുകളിൽ കയറിയിട്ട് പിന്നെ കാണുന്ന തേയിലത്തോട്ടമാണ്. ഇതുപോലെ കയറി കാണാൻ പറ്റും. ഈ വഴി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ആരോ ഭയങ്കര ഓട്ടം. അപ്പം ഞാൻ പിന്നെ പകുതി എത്തിയപ്പോൾ പറഞ്ഞു ഇത്ര മതി തിരിച്ച് വരാൻ പറഞ്ഞു. അങ്ങനെ വിരട്ടി പറഞ്ഞു വിട്ടു. പക്ഷേ ഇത് കറങ്ങി താഴെ ചെന്ന് അങ്ങനെ കുറേ നടന്ന് കാണാനുണ്ട്. ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. ലീച്ചൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. ആക്ച്വലി ആ പുള്ളിക്കാരന് താങ്ക്സ്. കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയല്ലോ, അതുകൊണ്ട്. പിന്നെ എന്തായാലും ഇനി പോയാലും നമ്മൾ ഈ സ്ഥലത്ത് പോകും. ആര് പോയാലും ഫസ്റ്റ് ഞാൻ പറയുന്നത് ഇവിടെ പോകാനായിരിക്കും. കാരണം അത്ര ഭംഗിയുണ്ട്, നമുക്ക് നല്ല റിലാക്സ് ആയിട്ട് നാച്ചുറിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നൊരു സ്ഥലം. നമ്മളവിടെ കുറേ നേരം ഇരുന്നു, ഒരു 2 hours കൂടുതലിരുന്നു. കൊച്ചുങ്ങളായിട്ട് പാർക്കിൽ കളിച്ചു. പിന്നെ അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. പിന്നെ കുറേ നേരം റെസ്റ്റ് എടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് സന്ധ്യ ആയപ്പോഴാണ്, എന്നുവെച്ചാൽ അവിടെ ക്ലോസ് ആവുന്നതിന് മുമ്പാണ് നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇറങ്ങുന്ന എൻട്രൻസിൻ്റെ അവിടെ നമുക്ക് നല്ല ടീ കിട്ടും, നല്ല മസാല ചായ കിട്ടും. അതൊക്കെ കുടിച്ച് നല്ലൊരു വൈബായിരുന്നു.
Arshu, Arshu, what song it is? Illuminati. അവിടുത്തെ ആ നല്ല തണുപ്പിൽ ആ ഒരു ചൂട് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ പിള്ളേർ ഈ ഒരു കലാപരിപാടി ഇവിടെ നടത്തിയത്. നല്ല രസമായിരുന്നു. പിള്ളേർ നല്ല എൻജോയ് ചെയ്ത് ഡാൻസൊക്കെ കളിച്ച്. പിന്നെ നമ്മൾ റൂമിലെത്തി. നമ്മളൊരു ഹോം സ്റ്റേ ആയിരുന്നു. അതിൻ്റെ ഭംഗി നമുക്കന്ന് മനസ്സിലായതേ ഇല്ല. നമ്മൾ ചെന്ന സമയത്ത് എന്ന് വെച്ചാൽ ഉച്ചയ്ക്കാണ് നമ്മൾ എത്തുന്ന സമയത്ത് അവിടെ നിറച്ച് കുരങ്ങന്മാരായിരുന്നു. നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ബാഗൊക്കെ വെച്ചിട്ട് നമ്മൾ കറങ്ങാൻ പോയി. പിന്നെ നമ്മൾ എത്തിയത് നൈറ്റായി. അപ്പോഴും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിറ്റേന്ന് രാവിലെയാണ് ആ സ്ഥലത്തിൻ്റെ ഭംഗി ഞാൻ കണ്ടത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേ. നമ്മൾ റൂമിൽ നൈറ്റ് എത്തിയതിന് ശേഷമുള്ള പരിപാടികളാണിതെല്ലാം. പിള്ളേരുടെ ഡാൻസും 4 പേര് നല്ല എൻജോയ് ചെയ്ത് ഡാൻസ്. പക്ഷേ പാട്ട് ഇടാൻ പറ്റില്ല, അത് കോപ്പി റൈറ്റ് ആവും. അതുകൊണ്ട് പാട്ടിട്ടില്ല. പക്ഷേ നല്ല പാട്ടൊക്കെ ഇട്ട് ദിവ നല്ല രസമുണ്ടായിരുന്നു കളിക്കുന്നതാണ്. അർഷുവിൻ്റെ 6 മന്തിലാണ് നമ്മൾ ബാംഗ്ലൂർ എത്തിയത്. അതുകൊണ്ട് തന്നെ അർഷുവിന് ഈ ഒരു ഫാമിലി വൈബ് ഇപ്പോഴാണ് അവ അറിയുന്നത്. അവനുമായിട്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവൻ ഇപ്പോഴാണ് അവ എൻജോയ് ചെയ്യുന്നത് ഫാമിലിയെ. അവരുടെ ഡാൻസൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് കിടന്നു. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ അന്നെടുത്ത കുറച്ച് ഫോട്ടോസാണ്. പിള്ളേരും നമ്മളും ഒക്കെ എൻജോയ് ചെയ്തു. കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നൊരു കാര്യമായിരുന്നു എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകണമെന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മൾ ആലപ്പുഴ പോയതിന് ശേഷം ഇതാണെന്ന് തോന്നുന്നു നമ്മൾ അതിന് ശേഷമുള്ള ട്രിപ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.